Yasin la area bra, Akir la bra. This is sugar. If you see us, don't approach us. Pangathan is violent right now. ഈ ട്രിപ്പിൽ നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നാഗാലാൻഡിലെ റോഡുകൾ. ഇനി ആരും കേരളത്തിലത്തെ റോഡിനെ കുറിച്ചൊന്നും മോശം പറയണ്ട. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ റോഡൊക്കെ സ്വർഗമാണ് ഗൈസ്, സ്വർഗം. ഇതോട്ടോ മൊമെൻറ്റോ നമുക്ക് കിട്ടിയ മൊമെൻറ്റ്. പണ്ടത്തെ കാലത്ത് ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തിട്ട് ഇതിൻ്റെ മേലെ കയറിയാണെങ്കിൽ നാഗാ ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സലാം കാ കിന്നകാസെ, സുഖമാണോ? നമ്മൾ നാഗാലാൻഡിൽ ഇവിടെ എത്തിയിട്ട് 4-5 ദിവസമായി. വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ജേണി, നാഗാലാൻഡ് ബുസ്തി ട്രിപ്പ്. അതായത് നാഗാലാൻഡിലെ വില്ലേജിലൂടെ ഞങ്ങളൊരു യാത്ര പോവാണ്. അടുത്ത 1 വീക്ക്, അടുത്ത ഒരാഴ്ച നമ്മൾ നാഗാലാൻഡ് മൊത്തം കറങ്ങിയടിച്ച് കാണാൻ വേണ്ടി പോവാണ്. വിത്ത് മീ റെൻപെൻ ഈസ് നോട്ട് കമ്മിങ്, Akir is coming. So Akir, excited? Excited. But we are like tired, right? Tired, yeah. Too much. We don't have the power to go actually. Energy. Yeah, it's okay. But I don't have the time to stay here. I need to go back to Kerala in this month. And so. Where are you packing? I don't know. Already. Chappal I have to take. Yes. So we are going on our jeep only. First day we are going to Mokachung എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോണേ. ബട്ട് പിന്നെ അവിടുത്തെ മൊക്കച്ചുങ് എന്ന് പറയുന്ന ഒരു ടൗണാണ്, അത് കാണാനല്ല. വി ആർ ഗോയിങ് ഇൻസൈഡ് ദ വില്ലേജ്. അതായത് ഓരോ മൈന്യൂട്ട് വില്ലേജുകളും നിങ്ങൾക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി ഫ്രം അക്കീർസ് ഹോം. Yasin la area bra, Akir la bra. Near bra. Mokoktung da bra. See, oh, bullshit uncle. Bullshit uncle is there. So, see you. Will you come back here to car? Yeah. Okay, then we'll meet after you come back. Sure. So, see you. You have a wonderful trip. Thank you. This is sugar. Guys, sugar. This is sugar. Okay, Chef Johnny, bro. Yes. Why people call him sugar? Because he always run after the girls. So he's a sugar boy. He like aunties only. That's why. So our jeep is ready. Everything is ready. Just keep it here. This one you can hang. Yeah. ഇവിടെ നമ്മൾ we are not carrying our bed. പിന്നെ ബെഡ് കൊണ്ടുവന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ് ദിസ് ട്രിപ്പ് ടുഡേ. എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം ഒന്നാമത് യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി, വീണ്ടും അപ്പം തന്നെ ഒരു യാത്ര തുടങ്ങിയ വയ്യ ഒന്നാമത്. എന്നാലും നമ്മൾ നിങ്ങൾക്ക് നാഗാലാൻഡ് മൊത്തം അടിച്ചു പൊളിച്ച് കാണിച്ചു തരും. Cut. സോ ഗൈസ്, ഐ തിങ്ക് ദിസ് ഗൈ ഈസ് ജോക്കിംഗ്. He said, what is this? This is for cutting. Mastali. Yes. Head cutting. Just in case you need. So guys, the Naga people, if you see us, don't approach us. Pangathan is violent right now. We have to. This is for when we go to jungle, cutting. Or if you see any wild animal. No guys, just kidding. This is for cutting meat. If you buy beef, chicken, everything, we'll cut it. Oh, the Joe. Akir is talking to his sunshine. Let's go. Okay. You want to come with us? No. Let's come. I'm good. We need an assistant. Good assistant. Maybe some other time. Okay, see you. യാത്ര തുടങ്ങുകയാണ്. Let's start our journey to the village areas of Nagaland. So excited. അപ്പോൾ ഞാൻ ഇന്നേ വരെ പോവാത്ത സ്ഥലങ്ങളിലാണ് ഈ വട്ടം ട്രിപ്പ് പോണത് കേട്ടോ. സോ മൊക്കച്ചുങ്, വി ആർ ഓൺ ദ വേ ടു മൊക്കച്ചുങ്. ഈ ട്രിപ്പിൽ നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നാഗാലാൻഡിലെ റോഡുകൾ. ഒരു സ്ഥലത്തും നല്ല റോഡുകളില്ല ഗൈസ്. ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് റോഡിൻ്റെ അവസ്ഥ നോക്കി. അപ്പം
ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തോട്ട് നമ്മൾ കിലോമീറ്റർ നോക്കിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. നാഗാലാൻഡിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും നമുക്ക് ഒരാളോട് കിലോമീറ്റർ നോക്കിയിട്ട് ഇവിടുന്ന് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട്, 30 കിലോമീറ്റർ. അപ്പോൾ നമ്മളെ മനസ്സിൽ നമ്മൾ കേരളത്തിലൊക്കെ 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറി വന്നു കഴിഞ്ഞാൽ 45 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ 20 മിനിറ്റ് നമ്മളവിടെ എത്തും. പക്ഷേ ഇവിടെ 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ. ഇങ്ങനത്തെ റോഡായത് കൊണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കുക എത്ര മണിക്കൂർ എടുക്കും എന്നാണ്, ആരും കിലോമീറ്റർ ചോദിക്കില്ല. നാഗാലാൻഡിൽ വന്നിട്ട് കിലോമീറ്റർ എത്ര ദൂരം ഉണ്ട് അത് വെച്ച് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരോടും പിന്നെ വഴി ചോദിക്കരുത്. എപ്പോഴും എത്ര മണിക്കൂർ എടുക്കുമെന്ന് ചോദിക്കാം. ഇവിടുന്ന് മോൺ എന്ന് പറയുന്നതാണ് ഇവരുടെ ഏറ്റവും ലാസ്റ്റ് വില്ലേജ്, മ്യാൻമാർ ബോർഡറിലുള്ള. വെറും 250 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഒരു ദിവസത്തിന് മേലെടുക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ 4-5 മണിക്കൂർ കൊണ്ട് ജിലുവിലെത്തൂലേ, അത് ഇവിടെ നടക്കൂല. അതുകൊണ്ടാണ് പറയണത് ഇവിടെ എപ്പോഴും നമ്മൾ റോഡ് മോശമായതുകൊണ്ട് ടൈം ചോദിക്കണം. നമ്മളെ കേരള ഭൂട്ടാൻ നാഗാലാൻഡ് ട്രിപ്പിൽ ഞങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം 74,570 കേരള ടു നാഗാലാൻഡിൽ നമുക്ക് ട്രിപ്പിന് ചിലവായത്. അതിൽ ഭൂട്ടാൻ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഭൂട്ടാൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീണ്ടും 48,000 രൂപ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ മൊത്തം 1,22,570 രൂപയാണ് പിന്നെ 2 പേർക്ക് കൂടി ചിലവായത്. 30 ദിവസത്തിന് 33 ദിവസം കൂട്ടിക്കോളി. അപ്പോൾ ഒരാൾക്ക് ഏകദേശം നമുക്ക് വരുന്നത് 61,285 രൂപ. അതായത് ഒരാൾക്ക് 30 ദിവസത്തിന് വണ്ടിയുടെ ഡീസൽ, താമസം, ഫുഡ്, ടിക്കറ്റ് എല്ലാം അടക്കം 61,285 രൂപ. ടോട്ടൽ 1,22,570 രൂപ. ഇതാണ് എക്സ്പെൻസ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ വേറെ എക്സ്പെൻസ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പം അന്നത്തെ ട്രിപ്പിൽ 4,800 രൂപ മാത്രം ഫാസ്റ്റാഗിന് ചിലവായി. 4,800 രൂപ ഫാസ്റ്റാഗിനും ഡീസലിന് 28,886 രൂപ ഡീസലിനും ചിലവായി ആ ട്രിപ്പിൽ. ബാക്കിയൊക്കെ ഫുഡും റൂമും അങ്ങനെയൊക്കെ ആയിട്ടാണ് ചിലവായിട്ടുള്ളത്. അപ്പം വി ആർ റൈറ്റ് നൗ ഇൻ വോക്ക ടൗൺ. വോക്ക ടൗൺ ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് അക്കീറിൻ്റെ ടൗൺ കേട്ടോ. അക്കീർ താമസിക്കുന്ന വോക്ക ടൗൺ എന്ന് പറയുന്നത് ഇതാണ്. അവൻ്റെ വീടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ടൗൺ വരുന്നത്. വലിയ ടൗണൊന്നുമല്ല, ഈ കാണുന്ന ഈ ഒരു ദൂരം തന്നെ ഉള്ളൂ. കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ ഇവരെ ക്ലോക്ക് ടവർ, മെയിൻ ടവർ ആട്ടോ ഇത്. അപ്പോൾ നമ്മളിന്ന് മൊക്കച്ചുക്കിയിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് റൈറ്റ് വേണം എടുക്കാൻ. ആദ്യം പോയിട്ട് നമുക്ക് എണ്ണയൊക്കെ അടിക്കണം. നൈസ്. ഈ ട്രിപ്പിലെ ആദ്യത്തെ എണ്ണടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് നാഗാലാൻഡിലൊക്കെ എണ്ണയ്ക്ക് ഭയങ്കര പൈസ കൂടുതലായിരിക്കും നമ്മളെ നാട് വെച്ച് നോക്കുമ്പോൾ. ഇവിടെ വെറും 89 രൂപ 47 പൈസയേ ഉള്ളൂ. വളരെ അധികം ചീപ്പാണ് നാഗാലാൻഡിൽ എണ്ണ കിട്ടും. സങ്കടമാണ്. നമ്മളവിടെ 96-97 കൊടുത്തിട്ടാണ് അടിക്കുന്നത്. ഹൗ മച്ച് വി പേ? 2,500 rupees ഫസ്റ്റ് ഫുൾ ടാങ്ക്. ഈ ട്രിപ്പിലെ ആദ്യത്തെ സ്റ്റോപ്പാണ്. ഇന്ന് ഭയങ്കര ഉറക്കക്ഷീണം. അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ടീ ബ്രേക്ക്. ഗ്രീൻ പോസ് ഹോട്ടൽ, ന്യൂ വോക്ക വില്ലേജ്. ഇതാണ് കേട്ടോ. ഇതിവിടുത്തെ ഒരു ചെറിയ കുമ്മിട്ടിപ്പീടിയ. നല്ല രസമുണ്ട് കാണാൻ. ഇത് പെട്രോളാട്ടോ വെച്ചിട്ടുള്ളത്. പെട്രോൾ ഇതാണ് ഷോപ്പ്. ഒരുപാട് സാധനങ്ങൾ, ഉണക്കമീൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കടല, മിച്ചർ, ഇത് തേന്, ഹണി, ഒരുപാട് ഐറ്റംസ്. ഞാൻ നാഗാലാൻഡിൽ എത്തിയിട്ട് ഏറ്റവും വൃത്തിയും വെടുപ്പുള്ള ഹോട്ടൽ ആദ്യമായിട്ട് കാണാണ്. നോക്കി എന്തൊരു വൃത്തിയാ. I never seen an hotel in Nagaland this much clean and this much modern. Guys, so clean. So ഈ ട്രിപ്പിലെ ആദ്യത്തെ ചായ നല്ലതായിരിക്കണേ കുറച്ചോനെ. അടിപൊളി ചായ, ഗുഡ് ചായ ഗൈസ്. എന്നും ഇങ്ങനെ ചായ ഇട്ടട്ടെ.
അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന റോഡൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ റോഡുകളാണ്, കുഞ്ഞു കുഞ്ഞി പൊട്ടി പൊളിഞ്ഞ റോഡുകൾ മൊത്തം. നാഗാലാൻഡിൻ്റെ ഉള്ളിൽ മൊത്തം എവിടേക്കോ നല്ല നല്ല റോഡുകളുണ്ട്, ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. പിന്നെ മേലെ ഇതുണ്ട് കേട്ടോ, റബ്ബറിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ്. പിന്നെ മെയിൻ ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ ഇത്. നിങ്ങൾ പിന്നെ തുക്കട റോഡാണെന്നൊന്നും വിചാരിക്കേണ്ട, സ്റ്റേറ്റ് ഹൈവേ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികളൊക്കെ വളരെ കുറവാണ്. ഏതൊക്കെയോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും നമ്മൾ ഈ ട്രിപ്പ് മുന്നോട്ട് പോകും തോന്നുന്നില്ല. ഞാൻ ഇത്രയും മോശമാണെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഗൈസ്. റോഡ് ഇല്ല ഗൈസ്, റോഡൊന്നും ഇല്ല. പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കാണ് റോഡ്. അവിടെ റോഡ് പണി കിടക്കണ്. ഓ വണ്ടി പോണത് നോക്ക്. യെസ്, മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ റോഡ് എടുക്കാൻ കൂടി ഉണ്ടാവില്ല. ദിസ് ഈസ് അഡ്വഞ്ചർ, ദ റിയൽ അഡ്വഞ്ചർ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഇത് സ്റ്റേറ്റ് ഹൈവേ അല്ല, ഇത് നാഷണൽ ഹൈവേ ആണ്. പിന്നെ ഇനി ആരും കേരളത്തിലത്തെ റോഡിനെ കുറിച്ചൊന്നും മോശം പറയണ്ട. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ റോഡൊക്കെ സ്വർഗമാണ് ഗൈസ്, സ്വർഗം. എനിക്ക് തോന്നുന്നില്ല അടുത്ത 10 കൊല്ലം 15 കൊല്ലത്തേക്കൊന്നും ഇത് റെഡിയായി വരുന്നുള്ളതൊന്നും. അപ്പോൾ നമ്മൾ നല്ല റോട്ടിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത് കേരളത്തിലൊക്കെ. ഇടുക്കാനില്ല ഗൈസ്, ഇടുക്കാനില്ല, ഒന്നുമില്ല. ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ്. നോക്കി മുന്നോട്ട് നോക്കി. ആരും ഒരു കുറ്റമൊന്നും പറയണില്ല. ഇവിടെ എല്ലാവരും അധികം യൂസ് ചെയ്യുന്നത് ലോഡ് അൾട്ടോ ആണ്. കാരണം അൾട്ടോന് മാത്രമേ ഇവിടെ അടിച്ചു പൊളിച്ച് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി എല്ലാ വണ്ടിയും പൊളിയും. നോക്കി ലോഡ് അൾട്ടോ ഇസ് ഗോയിങ്. സി, ലോഡ് അൾട്ടോൻ്റെ പൊടിയാണ് കഴിച്ചത്. എൻ്റെ മോനെ. ബ്ലോക്ക് വാട്ട് ഹാപ്പൻ? സ്റ്റോപ്പ്. ഓ കദം, റോഡ് കദം. സോ ഗൈസ്, റോഡ് ഈസ് ഫിനിഷ്ഡ്. കണ്ടോ, റോഡിൽ മൊത്തം മണ്ണും കല്ലൊക്കെ വീണിട്ട് റോഡ് ബ്ലോക്കാണ്. ഇപ്പം ഞാൻ JCB വന്നിട്ട് മൊത്തം വൃത്തിയാക്കണം ഗൈസ്, എന്നാലേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. റോഡ് റെഡി ആയിട്ടുണ്ട്. അധികം മിനിറ്റ് ഒന്നും എടുത്തിട്ടില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡി. നൗ വി ആർ ഗോയിങ്. ഈ ട്രിപ്പിൽ ഒരുപാട് നേരം ഇപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ഗ്രാമം കണ്ടിട്ടോ. ഇതാ 4-5-10 വീടുകളൊക്കെ ഉണ്ട്. ഒരു കട പോലും ഇല്ല കൈസ്, ഒരു വെള്ളം കുടിക്കണമെങ്കിൽ. റോഡ് നോക്കിയേ, നല്ല കണ്ടീഷൻ റോഡും. ആദ്യമായിട്ട് കേട്ടോ കുറച്ച് ടാറിട്ട റോഡെങ്കിലും കാണുന്നത്. അത് നാഗാലാൻഡ് 50 കൊല്ലം പുറകിലാന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ഇതന്നെ കാരണം. നമ്മൾ VK ടൗൺ എന്ന് പറയുന്ന ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. ഇതാണ് ടൗണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ മേജറായിട്ടുള്ളൊരു ടൗണാണ്. ഞാൻ ഇവിടെ 4G കിട്ടിയപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത്. ഇവിടെ 5G കിട്ടിയിട്ടില്ല എനിക്ക്. ടവർ ഇത് അവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 10-20 മിനിറ്റായി ഇവിടെ വണ്ടി നിർത്തിയിട്ടിട്ട്. വണ്ടീൻ്റെ എൻജിനൊക്കെ ഭയങ്കരമായിട്ട് ചൂടാണ്. കാരണം ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ മാത്രം ഇട്ടിട്ടല്ലേ. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഒരു പുള്ളിക്കാരനെ കണ്ട്, പുള്ളിക്കാരൻ വെള്ളവും ഇതൊക്കെ മേടിച്ചു തന്നു. പുള്ളിക്ക് വീഡിയോയിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഗൈസ് VK ടൗൺ. ഓ, ഒരു വികസനമൊന്നും എവിടെ എത്താത്ത പോലത്തെ ടൗണില്ലേ, പണ്ടത്തെ. We reach VK town and we are leaving VK town. And in this area, Sumi tribes we can see. And really sorry for every Lotha tribes. Your Lotha Pangadan is already gone from there. Now I am Sumi Pangadan. Now I became Sumi. After reaching Mokochung, I became Awu Pangadan. Awu Pangadan, guys. So right now I am Sumi.
You want to fight with me? You Lota guy? See, Sumi, we are powerful. And oh, the road condition again. Guys, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ മൊത്തം 17 ട്രൈബ് ഉണ്ട്. അപ്പോൾ നമ്മൾ വോക്കയിലായിരുന്നു ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ലോത്ത ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ട്രൈബ്സ് ആയിരുന്നു. ഇപ്പം ഇവിടെ ഈ VK ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് സുമി ട്രൈബ്സ് ആണ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മൊക്കച്ചുങ്ങിലെത്തുമല്ലോ. മൊക്കച്ചുങ്ങിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവോ ട്രൈബ്സ് ആയിട്ട് മാറും. ആവു 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 ആ ആവു ആവു എന്ന് പറയുന്ന ട്രൈബായിട്ട് മാറും. അപ്പം ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. റോഡ് കണ്ടീഷൻ സോ ഗൈസ്, ഒരുപാട് നേരത്തെ മോശം റോഡുകൾക്ക് ശേഷം നമ്മൾ ഫൈനലി നല്ല റോഡുകൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ആലിജൻ എന്ന് പറയുന്ന ഈ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാമം വരുന്നുണ്ട്. അവിടുന്ന് ലൊങ്കം എന്ന് പറയുന്ന ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. വളരെ കൗതുകം നിറഞ്ഞ വില്ലേജാണ്. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അക്കീറിൻ്റെ ഫ്രണ്ട്സാണ്, യൂട്യൂബേഴ്സ് കൂടിയാണ്. അപ്പം അവിടെ എത്തിയിട്ട് നമ്മൾ അവരെ കണ്ട് മീറ്റ് ചെയ്തിട്ട് അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ലോക്കലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കറങ്ങാൻ വേണ്ടി പറ്റും. സോ ലെറ്റ്സ് ഗോ. ഇപ്പം നല്ല റോഡായിട്ടുണ്ട്. ഇതൊക്കെ കേട്ടോ നല്ല റോഡ്. പിന്നെ ഫുള്ള് പച്ചപ്പാണ് അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട്. എന്തായാലും നല്ല ഭംഗിയോടുകൂടി ഇനി ലൊങ്കം കാണാം. ഹായ് ഹായ് ഇവിടെ കുറേ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. This is our team spearhead Mokokchung. Okay, hi. Hi, bro. Hi. Welcome to Mokokchung. Thank you. Hello. Hi. Hello, welcome to Mokokchung. Hi. You brought Hi. Hello, welcome to Mokokchung. Hi. So guys, ഇവിടുത്തെ ഒരു ബൈക്കേഴ്സ് ക്ലബ്ബ് നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബൈക്കേഴ്സ് ക്ലബ്ബ് പറഞ്ഞിട്ട് കുറേ ഇതുണ്ടല്ലോ. ജസ്റ്റ് വൺ. താങ്ക് യു. 1, 2, 3, 4, 5 കാറൊക്കെ ആയിട്ട്. സോ ബൈക്കേഴ്സ് ക്ലബ്ബാന്ന് പറയില്ല. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വേറെ ഏതോ ടീമാന്ന് പറയും. As a small token of appreciation for coming to our land, we would like to give a small appreciation which our president will hand over to you. താങ്ക് യു ഗൈസ്. ഇതോട്ടോ മൊമെൻറ്റോ, നമുക്ക് കിട്ടിയ മൊമെൻറ്റോ ഒരു കീച്ചേനും. നൈസ് ഗൈസ്, താങ്ക് യു സോ മച്ച്. പിയർ ഹെഡ് കൊള്ളാം. 2014 സ്റ്റാർട്ട് ചെയ്ത ഫുള്ള് ടീമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് കാണാം. വി ആർ ഗോയിങ് ടു ലോക്കം വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലോട്ട് പോവാണ്. ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് പുതിയൊരാളാണ്. Hi sir, your name? I forgot your name. Ayong. അപ്പോൾ നമ്മൾ യുവർ Ayo tribe, right? Awo tribe. Awo tribe. സോ നമ്മളിതാ ഈ ഒരു വില്ലേജിൽ കൂടെ പോവാണ്. ബാക്കിലൊക്കെ റാലി വണ്ടികളാണ്. എന്തായാലും വില്ലേജിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. വി റീച്ച് ലോങ്കും വില്ലേജ്. നല്ല തണുപ്പൊക്കെ ഉള്ള നല്ല കീടിലം വില്ലേജ് ഇട്ടോ. നല്ല രസമുണ്ട്. എന്തൊരു ക്ലീനാന്ന് നോക്കി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണ്. നൈസ് ഗൈസ്, നൈസ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതാണ് ആവോ ട്രൈബ്സിൻ്റെ ഏരിയയിലാണ്. മൊക്കച്ചുങ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്ഥലമൊക്കെ വരുന്നത്. ഒരു കുന്നിൻ്റെ മേലൊക്കെ നമ്മളിങ്ങനെ കയറി പോവുക. ഏറ്റവും മേലെയാണെന്ന് തോന്നുന്നു പള്ളി. അവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. വണ്ടിയൊക്കെ കൂളായിട്ട് കയറി പോകുന്നുണ്ട്. വീടുകളൊക്കെ നോക്കിയേ. അതായത് ഒന്നുമില്ലെങ്കിലും അവരവരെ നാടൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ വെക്കുന്നുണ്ട്. സോ നൈസ് ഗൈസ്. ഇതുപോലത്തെ ഗ്രാമത്തിലാണ് നമുക്ക് വന്ന് നിൽക്കാനും ഇതിനൊക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നുന്നത്. ഈ കുറേ ആൾക്കാരുണ്ട്. ഇതാ ബൈക്ക് കാണുമ്പോൾ കുട്ടികളൊക്കെ ഹലോ
She saw the camera. She went inside. This village is nice. Nice village, guys. ഇവിടെ വന്ന് നന്നായി എന്തായാലും. നൈസ് വില്ലേജ്. ഇവർ നമ്മളെ ഒരു വ്യൂ പോയിന്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗോപ്രോ ഒന്ന് മാറ്റി ഫോണിലോട്ട് എടുത്തിരിക്കുകയാണ്. ആ കാണുന്നതാണ് വോക്ക സൈഡ് കേട്ടോ. വലിയ ക്ലിയർ ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് സുമി എന്ന് പറയുന്ന ലോ ട്രൈബ്സിൻ്റെ ഏരിയ ആണ്. ഇതാ ഇങ്ങോട്ട് നമ്മളെ ദോയാങ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിവർ. ആ കാണുന്നതാണ് അത് ദോയാങ് റിവർ ആൻഡ് പിന്നെ ഒരു ലേക്കും. നൈസ്. നേരെ നോക്കിയാൽ ശരിക്കും വേണമെങ്കിൽ നമുക്ക് കൊയ്മ കാണാം, ക്ലിയർ സ്കൈ ആണെങ്കിൽ. പിന്നെ ഇങ്ങോട്ടേക്കാണ് മൊക്കച്ചുങ് ഏരിയ. എല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ട്. നൈസ് നൈസ് ഒരു വില്ലേജ് കൂടെ കേട്ടോ നമ്മളിവിടെ എത്തിയ. ഇവർ നമ്മളെ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടെ. ഇനി തട്ടിക്കൊണ്ട് പോവാണോ ആയിരിക്കില്ലല്ലേ? ഇത് കണ്ടിട്ട് നോക്ക്. ഓ, ഇവിടുത്തെ മരങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര നൈസ്. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച് പോണേക്ക് ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നിട്ട് പോകാൻ വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയിട്ട് പറയാമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ഈ പാറ കല്ല് ഇതെങ്ങനെ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഇപ്പുറത്തോട്ടും പാറയില്ല, ഇപ്പുറത്തോട്ടും പാറയില്ല. പിന്നെ ഇവിടെ 3 പാറകളുണ്ട്. അതായത് ഇത് അമ്മ, അത് അച്ഛൻ, ഇത് മോന്. പണ്ടത്തെ കാലത്ത് ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തിട്ട് ഇതിൻ്റെ മേലെ കയറുകയാണെങ്കിൽ പിറ്റേ ദിവസം മഴ പെയ്യും. അതായത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം അറിയാം നാളെ മഴ പെയ്യണേന്ന് പറഞ്ഞിട്ട് കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്യും. ഇത് സത്യമാണോ നുണയാണോ ഇത് വിശ്വസിക്കണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങളെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് ഉണ്ടല്ലോ, അതിലൊന്ന് വിശ്വസിച്ചാൽ മതി. പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ കഥയൊക്കെയാണ് ഇവർ പറയുന്നത്. അതുപോലത്തെ ഒരു കപ്പിൾസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസൊക്കെ മുന്നിൽ പോയാൽ നമുക്ക് കേൾക്കാം. സെയിം സ്റ്റോറി. അതായത് ഇവിടെ പണ്ട് 2 ലവേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ചെക്കൻ, ഓൻ അഗ്ലി പാവപ്പെട്ടവൻ, പെണ്ണ് നല്ല റിച്ച് സുന്ദരി. വീട്ടുകാർ സമ്മതിച്ചില്ല. അവസാനം പെണ്ണിനെ അറേഞ്ച് മാരേജ് നിർബന്ധിച്ചിട്ട് കെട്ടിക്കുന്നു. അങ്ങനെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവനായിട്ട് പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ പോകുന്നു. അതിനകത്ത് ഭർത്താവ് കണ്ടുപിടിക്കുന്നു, ഭർത്താവ് ആ പെണ്ണിനെ അടിക്കുന്നു, പെണ്ണ് മരിക്കുന്നു. ഇത് സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷമത്തിൽ നമ്മളെ ചെക്കൻ എന്താക്കി, തീ കൊളുത്തി മരിക്കുകയാണ്. തീ കൊളുത്തി മരിക്കുമ്പം പിന്നെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. ഓൻ്റെ ആത്മാവും അവളെ ആത്മാവും ഒരുമിച്ച് ഹെവനിലോട്ട് പോകുന്നത്. ഇതാണ് സ്റ്റോറി. അപ്പം ഇതിനൊക്കെ പ്രമാണിച്ച് ഇവർ നിന്ന വില്ലേജിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്മോറിയൽ ടവറോ അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ വായും കൊണ്ട് പറയാനേ പറ്റുള്ളൂ. നമ്മൾ വന്ന വില്ലേജ് നിങ്ങൾക്ക് നടന്നൊന്ന് കാണിച്ചു തരാമെന്നും കൂടി വിചാരിച്ച്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പണ്ട് ഇവർ നെല്ലൊക്കെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ എല്ലാവരും അരി മേടിക്കാൻ തുടങ്ങി, അതുകൊണ്ട് അതൊക്കെ ഇല്ലാണ്ടായി. ഇവിടുത്തെ വീടുകളൊക്കെ പക്ഷെ ഇപ്പോഴും ഇവർ പണ്ടത്തെ അതേ കൾച്ചറിലാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഇതിന് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും മോഡേൺ വീടുകളായിട്ടൊക്കെ മാറുകയാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരം വെട്ടുക എന്നും പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റായി. അങ്ങനെ മരം വെട്ടാൻ പറ്റില്ല, അങ്ങനെ കാട്ടിൽ പോയിട്ടൊന്നും അങ്ങനെ കണ്ട് എടുക്കാൻ പറ്റില്ല. ഇവർക്ക് എടുക്കുക, എന്നാലും പ്രശ്നങ്ങളായിക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാവരും മോഡേൺ വീടുകളൊക്കെ തുടങ്ങി. മരങ്ങളൊക്കെ മാറ്റിയിട്ട് സിമെൻറ്റും അതൊക്കെ വെച്ചിട്ടുള്ള വീട്. പക്ഷേ എന്തൊരു വൃത്തി, എന്തൊരു രസം എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇതിവിടുത്തെ അത്യാവശ്യം ഒരു മോഡേൺ വീടാണ്, പക്ഷെ എന്ത് രസമാണ് കാണാൻ. ഈ വീടിൻ്റെ മുറ്റം ഞാനൊന്ന് കാണിച്ചില്ല, അപ്പം അങ്ങ് മനസ്സിലാവും. എല്ലാം ഒരു തട്ടാട്ടോ. ചില വീടുകൾ മാത്രമേ ഉള്ളൂ മാക്സിമം 2 തട്ട്. ഏതോ യൂറോപ്പിലൊക്കെ പോയവരില്ലേ ഗൈസ്. എൻ്റെ മോനെ എന്തൊരു ഭംഗിയാണ് ഈ ഒരു വീട് കാണാൻ. വിറകൊക്കെ അടുക്കി വെച്ചിരിക്കണം. നോക്ക്, ഇതാണ് ഗ്രാമങ്ങളുടെ ഒരു കാഴ്ചയും അതിൻ്റെയൊക്കെ ഒരു രസവും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മൊക്കച്ചുങ്ങിലെത്തിയപ്പം ഇവർ
പിന്നെ ആവോ ട്രൈബാണല്ലോ. അപ്പോൾ ഒരു ആവോ ലാംഗ്വേജാണ് സംസാരിക്കുക. അത് അക്കീറിന് മനസ്സിലാവില്ല. അക്കീർ ലോത്താണ്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആവോ ലാംഗ്വേജ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ലോത്ത ലാംഗ്വേജ്. സോ they are speaking our language and I got a new name from here. I am Miran. My name is Miran. Bye bye to Pangadan. I am became Miran right now. After reaching back to Waka, I became Pangadan again. So now I am Miran. ഞാൻ ജീപ്പിൽ നിന്ന് മാറിയിട്ട് ഒരു റാലിക്കാരൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഇരിക്കാൻ വേണ്ടി പോവാണ്. സെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇനി ഉള്ള യാത്ര കുറച്ച് നേരം. ഉള്ളിലൊന്നുമില്ല കേട്ടോ, ഫുൾ കാലി. ഇതൊക്കെ എന്താണ്? എൻജിൻ സ്റ്റാർട്ട്. ഇതൊക്കെ എന്താ? നൈട്രോ ആണോ? ബൈക്കിലൊന്നും സീറ്റൊന്നുമില്ല, ഫുൾ റാലി ടൈപ്പ് കാറാണ്. ഓ എക്സൈറ്റഡ് ആണ് ഇതിൽ കയറിയിരിക്കാൻ. പുള്ളിയാണ് നമ്മളെ സാരഥി. സാർ യുവർ നെയിം? ചുബു. അപ്പോൾ ചുബു സാറിൻ്റെ കൂടെയാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പം അറിയാം കേട്ടോ. ഇവിടുന്ന് ഫാസ്റ്റ് എടുക്കൂലായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ പുള്ളി ഇപ്പൊ ഒരു പറക്കല് പറഞ്ഞിരിക്കുന്നത്. എന്റെ പകുതി ജീവൻ പോയി. താങ്ക് യു. എന്റെ വയറ്റത്തൊക്കെ എല്ലാം പോകുമ്പോ ദിസ് ഈസ് ക്രേസി. So guys, this is like boom 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 boom. Oh guys, ഇത് പറയുന്ന പോലെയല്ല. So guys, we need a guts to sit here. Oh മതി. Enough. In my life, first time I'm driving. Hi. How are you? Merci. Hello. All the way from Kohima, yeah? Hi. Hello. Hello. Hi. Akir is coming on the way. He's coming. Yes. Yes. Just wait for him. Okay. So we're going to head out now. Thank you. See you guys. See. Yes. Our dream come true. See. No guys, I am the driver. I'm going to drive, you know? Really? Yes. No, oh, this is crazy, man. He's a very good driver. Yeah, we will go heaven directly. Really, you're going to try? Only a few kilometers. 1 kilometer. Okay. So guys, ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കി. It's too powerful. We can handle. Only expert drivers can handle this case. പൊള്ളിയാണിത്, പൊള്ളിക്കുക guys. We are reaching Ukma village. അതായത്
ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്നത് ഇതാണ്. ഏകദേശം 2000-ഓളം വീടുകളൊക്കെ ഉള്ള ഒരു വില്ലേജാണ്. സോ നൈസ് ഗൈസ്. അതായത് ഏഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. 2000-ഓളം വീടുകളൊക്കെ ഉണ്ട്. നൈസ് ഗൈസ്. ബട്ട് നല്ല ക്ലീനാണ്. ഒരു വില്ലേജിൽ തന്നെ 2 പെട്രോൾ പമ്പ് എല്ലാം ഉള്ള ഒരു വില്ലേജ്. അപ്പോൾ ആലോചിച്ച് നോക്കി എന്തോരം ജനങ്ങളുണ്ടാവുന്നു. സോ നൈസ്. ഇപ്പോൾ ഇവരെ ഈ നിൽക്കുന്ന ആൾക്കാരെ നമ്മളെ കൂടെയുള്ള ഈ ടീമിൻ്റെ എല്ലാവരെയും വീട് ഇവിടെ തന്നെയാണ്. ഉഗ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ്. പിന്നെ ആവോ ട്രൈബ്സ് താമസിക്കുന്ന ഈ ഒരു വില്ലേജിൽ ഇതാ ഇവിടുത്തെ ബപ്റ്റിസ്റ്റ് ചർച്ച്. വാവ് നൈസ് ഗൈസ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ വട്ടം ഇതിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്കൊരു ഓർമ്മ. ഞങ്ങൾ ബൈക്ക് റൈഡ് നടത്തിയപ്പോൾ എന്തായാലും ഏറ്റവും അടിപൊളി വില്ലേജ് ആയിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വില്ലേജ്. ആലോചിച്ച് നോക്കി ഇവരൊരു അഹങ്കാരം ഇതൊക്കെ എന്തായിരിക്കും. വണ്ടിയാണെങ്ങനെ പൊട്ടിച്ച് പോവുകയും ചെയ്യേണ്ടവർ. നൈസ് ഗൈസ്. വില്ലേജൊക്കെ കാണിച്ചു തരാൻ പറ്റിയതുകൊണ്ട് സന്തോഷം. നാഗാലാൻഡിൻ്റെ പല പാർട്ടും പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫൈനലി വി റീച്ച് ഹിയർ. അതിൻ്റെ നമ്മൾ എത്തിയിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ വീട്ടിലാണ്. പുള്ളിക്കാരനൊരു ബ്യൂട്ടിഫുൾ ഹൗസ് ഉണ്ട്. നൈസ്. അതായത് അതാണ് ടൗണ്, ഇത് വീട്. ദിസ് ഈസ് മൊക്കച്ചുങ് ടൗൺ ഗൈസ്. അടിപൊളി വീട്. പുള്ളിക്കാരൻ്റെ വീട് നല്ല രസമുണ്ട് കാണാൻ. നൈസ് നൈസ് ഏരിയ. യോ സർവീസ് സെൻറ്റർ ഓൾസോ. I'm planning to open. ഗൈസ് ഇവിടുത്തെ മെയിൻ ബിസിനസ്സാണ് സർവീസ് സെൻറ്റർ. ഇവിടുത്തെ നാഗാലാൻഡിൽ മെയിനാണ് സർവീസ് സെൻറ്റർ കേട്ടോ. ഓക്കെ. You have a beautiful house. This is nice. So guys, പുറത്തുനിന്ന് കാണുമ്പം ഉള്ളിൽ ഇത്ര അതിഗംഭീരമാണെന്നുള്ളത് നമുക്കറിയില്ല. വെരി നൈസ്. ഇവ ഹായ് ഹിവ. ദിസ് ഈസ് ഇവ മോളാണ് കേട്ടോ. നൈസ്. ഓക്കെ. പുറത്തുനിന്ന് കാണുമ്പം ഇത്ര അടിപൊളിയാന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷെ അകത്ത് കയറിയാൽ ലക്ഷറി. ദിസ് ഈസ് നൈസ്. വെരി നൈസ്. ഓക്കെ. പുള്ളിക്കൊരു ഹോം സ്റ്റേ ഉണ്ട്. നമ്മളെ ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. വാ നൈസ്. ദിസ് ഈസ് ലക്ഷറി. ഗുഡ്. നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. ഇതാണ് നമ്മളെ റൂം. ഇന്നത്തെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആ പുള്ളിക്കാരൻ്റെ റൂമാണ്. ബാത്റൂമുണ്ട്. ഓൾ സെറ്റ്. ടുനൈറ്റ് ഈസ് ലക്ഷറി ഗൈസ്. ലക്ഷറി. ആൻഡ് വൺ മോർ തിങ് ഐ വാണ്ട് ടു ഷോ യു. നമ്മൾ വന്നപ്പോഴുള്ള പൊടി. സി മൈ കണ്ടീഷൻ ഓഫ് മൈ ചാപ്പൽ. ഇറ്റ്സ് ഫുൾ ഓഫ് ഡസ്റ്റ്. And one more thing I want to tell you, all the Lotha people, how much I love you guys, how much I love you. Even I bought a chapel from Kerala. His name is Lothas. Yesterday when I checked my chapel, इसका नाम है Lothas. Very funny, right? I bought from Kerala only. So we'll take rest here. ഞാനിവിടെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുമ്പം I got a smell similar to Kerala smell. I will show you something. So you guys usually do this in every curry. You put this? No, people put it straight. I fry it because उसमें ज़्यादा taste. Yes.
There's more taste. ഗൈസ് ഇത് നമ്മളെ മുളകില്ലേ ചുവന്ന മുളക് അത് പുള്ളി അതിലിട്ട് പൊരിച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. സെയിം ലൈക്ക് കേരള. ദ സ്മെൽ ടേസ്റ്റ് ഓൾസോ മേ ബി ലൈക്ക് കേരള. ദിസ് ഈസ് വാട്ട് ഈസ് ദിസ്? ये ना? ടൊമാറ്റോ? No, बैंगन जैसा है. ബെങ്കൻ. Yes. It's bitter. Yes, I understand. Leaves. Michinga pata. Pepper. Yes. So he's making chicken for us. One Indian style, one Naga style. So you use bamboo shoot here? Yes. Here no bamboo shoot. No bamboo shoot. Okay. So guys, if you use bamboo shoot, that is Naga. If you don't use bamboo shoot, that is Indian food. So guys, this is adpu kati. This is good. This is bamboo shoot. So how much quantity you use? Like a spoon? No, more. More. But Renish tribe, na? Lot of people. They use more. They eat a lot. Yeah, really? So it's expensive here. Not really. How much for this? 100? Must be 200-300. But we usually make it at home. Oh, okay. Buy bamboo shoot. Yeah, with the bamboo shoot. So guys, bamboo shoot they make from bamboo. ഏത് പൊട്ടനും അറിയാം എന്നാലും. സോ പുള്ളി മീൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പുള്ളീൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നൈസ് ഗൈസ്, നൈസ്. ഇവരെ കിച്ചണൊക്കെ അടിപൊളിയാണ്. ദിസ് ഈസ് യങ്ങർ. യുവർ റിയൽ നെയിം? Cindy Younger, B long Khmer. My real name is very long, so people know me as Younger. യങ്ങർ ഈസ് എ യൂട്യൂബർ. Yes. So can you tell me your YouTube channel name? I have a channel called Younger Vlogs, YNGRVLOGS. I do motor vlogs. So if you guys interested in motovlogs, just subscribe this channel, okay? Yeah. I will give you the link, okay? Then we are waiting for the food. The smell is good. My expectation is like this. I will tell you after. I hope we don't disappoint you. ഞാൻ രാത്രി ഒന്ന് പുറത്തു വന്നപ്പം ഇവര് കുറേ കടകളിലൊക്കെ കയറിയിട്ട് ലാസ്റ്റ് വന്ന് ഞാൻ പുള്ളീനെ അവിടുന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾ സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. പക്ഷെ വന്ന് നോക്കുമ്പം നോക്കി അവൈലബിൾ കോക്കനട്ട് ഓയിൽ ആൻഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ, കേരള ഫ്രഷ് പൊറോട്ട. അപ്പം ഇതാണ് പൊറോട്ട. അതുപോലെ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ? അപ്പം പുള്ളിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. സോ ഇവൻ ഇതാ പിന്നെ റൂമിൽ എത്തിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടും, ബിസ്ക്കറ്റ് കിട്ടും എന്നും പറയുന്നുണ്ട്. നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ റിസ്ക്. ഇതിനാണ് ഓൻ ഇത്രയും പുട്ടടിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നത്. എന്തായാലും ഞാനൊരു പൊറാട്ടയും മേടിച്ചിട്ട് ഇവിടുന്ന് പോട്ടെ. എവിടെ പോകണു? സ്വാഗതം. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറ്, മുട്ട ബുർജി, പപ്പടം, സം പച്ചക്കറി, നാഗാ സ്റ്റൈൽ ബാംബൂ ഷൂട്ട് ചിക്കൻ കറി, ഇതെന്തറിയില്ല, ഇന്ത്യൻ സ്റ്റൈൽ ഹിന്ദി സ്റ്റൈൽ ഐ തിങ്ക് സോ, ചിക്കൻ കറി, then that. Now I will write it. Iska food. Wait കരോगे. So guys, ഞാൻ പുള്ളീനോട് പുള്ളീൻ്റെ ഫുഡിൻ്റെ റേറ്റിംഗ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ്, എല്ലാം ഉണ്ട്. അപ്പം കഴിച്ചു നോക്കട്ടെ. ആദ്യം മുട്ട ബർജി. സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറും so nice guys. Naga food is the best food after Kerala food. In India, after Kerala food, Naga food is the best. Seriously, this is 10 out of 10. അപ്പം കുറച്ച് കഴിച്ച് തീർത്തിട്ട് കാണാം. ടൈം ടു എൻഡ് ദിസ് വീഡിയോ. സോ ഗൈസ്, വാട്ട് എ വണ്ടർഫുൾ ഡേ. അടിപൊളി ദിവസമായിരുന്നു. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, കുറേ എക്സ്പീരിയൻസ്. എന്താണ് റേസിംഗ് കാർ
കാറിലുള്ള കാറിലൊക്കെ കയറി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. നമ്മളിന്ന് പൊന്നുപോലെ നോക്കി എല്ലാവരോടും. സോ നാളെ നമ്മൾ ഇവിടുന്ന് ദ റിയൽ ഇൻസൈഡ് വില്ലേജിലോട്ടൊക്കെ പോവാണ്. സോ നമുക്ക് കാണാം. ബൈ ബൈ.